നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആരാ? ഗിരീഷ് നമ്പ്യാർ പറഞ്ഞിട്ട് വന്നവരോ? ഓ, സാറ് വിളിച്ച് പറഞ്ഞായിരുന്നു. പേര്? ഞാൻ നജ്മ. ഇത് എന്റെ മകൾ മുംതാസ്. അമ്മയുടെ ഉള്ളിൽ കരയുന്നുണ്ടാവും, പക്ഷെ അത് പുറമെ ആരും അറിയില്ല, ആരെ അറിയിക്കുകയില്ല. അതാ എന്റെ അമ്മ. എനിക്കും എന്റെ മുത്തശ്ശിയോട് ഒരു പിണക്കവും ഇല്ല. മോളെ കൈ കിട്ടിയിരുന്നെങ്കിൽ എത്രയും വേഗം ചെമ്പകമംഗലത്തേക്ക് പോവാമായിരുന്നു. കുഞ്ഞിനെ കിട്ടാൻ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? ഞാനൊരു ഡ്യൂട്ടിയുടെ ഭാഗമായി ഹോസ്റ്റലിലാ. അതാ വിളിക്കാഞ്ഞേ. ഒന്നും പറയണ്ട, ഒരുത്തിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വന്നതാ. ഒരു അലമ്പ് കേസാ. ഏയ്, നമ്മുടെ സ്റ്റാൻഡേർഡിനൊന്നും പറ്റില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. ഓക്കേടാ, പിന്നെ വിളിക്കാം. ബൈ. അതെ, നിങ്ങൾ എന്റെ ടൂത്ത് ബ്രഷ് എടുത്തോ? എടുത്തു. എന്റെ ബ്രഷ് കൊണ്ട് നിങ്ങൾ പല്ല് തേച്ചോ? തേച്ചു. പിന്നെ എനിക്ക് പല്ല് തേക്കണ്ടേ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാനൊന്നും കൊണ്ടുവന്നില്ല എന്ന്. നിങ്ങൾ എന്റെ സോപ്പ് എടുത്തു, പേസ്റ്റ് എടുത്തു, ഷാമ്പു എടുത്തു, പെർഫ്യൂം എടുത്തു. ഇതൊക്കെ ഞാൻ സഹിച്ചു. ഒടുവില് ഞാൻ ബ്രഷ് ചെയ്യുന്ന എന്റെ ടൂത്ത് ബ്രഷ് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ പല്ല് തേച്ചിരിക്കുന്നു. എടീ, അന്യർക്ക് ഉപകാരങ്ങളൊക്കെ ചെയ്ത് ജീവിക്കണം. അതൊക്കെയാ മനുഷ്യ ജീവിതം. നിങ്ങൾ ഇത്ര കൺട്രിയാണോ? നിങ്ങൾ എങ്ങനെ പോലീസിൽ വന്നു? മതിയടി വിചാരണ ചെയ്തത്. ഇത് ഞാൻ സഹിക്കില്ല. സഹിക്കണ്ട, നീ കൊണ്ടുപോയി കേസ് കൊടുക്ക്. സഹി കിട്ടു. ഇനി എന്ത് വേണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനിപ്പോ ഒരു പരിഹാരം ഉണ്ടാക്കി തരണം, അല്ല ഞാൻ സമ്മതിക്കില്ല. പരിഹാരോ? എന്ത് പരിഹാരം? എന്താ പ്രശ്നം? എന്റെ മുറിയിൽ നിങ്ങൾ താമസിപ്പിച്ചിരിക്കുന്ന ആ വനിതാ പോലീസില്ലേ? ആ, കൃപ. അവളെ കൃപയല്ല, കൃമിയ. കൃമി. അവളെ പോലെ ഇത്രയും കച്ചടയായ ഒരു സ്ത്രീയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കൾച്ചർലെസ് ഫെലോ, യൂസ്ലെസ്. എന്ത് ശല്യമാണെന്നറിയോ അവളെനിക്ക്? പാതിരാത്രി ആവുമ്പോ കിടക്കുന്ന ബെഡിലെ ഒരു എല്ലിൻ കൂമ്പാരോ. എല്ലിൻ കൂമ്പാരം. അതെന്താ? അവൾക്ക് എല്ലുപൊടി ബിസിനസ് ഉണ്ടോ? അവള് പൊരിച്ച കോഴിയും വറുത്ത കാളയിറച്ചിയും തിന്നതിന്റെ എല്ലും കൂമ്പാരോ. ഇതൊക്കെ ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുത്താലും പോരാ, ഈ എല്ലാ വേസ്റ്റും ഞാൻ തന്നെ വാരിക്കളയും വേണം. ഇങ്ങനെ മെനകിട്ടൊരു സ്ത്രീ മുറിയും ബാത്റൂമും ഒക്കെ എത്ര വൃത്തികേടായിട്ട് അവൾ ഇടുന്നതെന്ന് അറിയാമോ? ഞാൻ ഇതെല്ലാം തൂത്തു വാരണം. ഇപ്പൊ അവള് ചെയ്തിരിക്കുന്ന വൃത്തികേട് എന്താണെന്നറിയോ? എന്റെ ടൂത്ത് പേസ്റ്റ് എടുക്കുന്നത് പോട്ടെ, ഇപ്പൊ എന്റെ ബ്രഷ് എടുത്ത് പല്ലും കൂടി തേച്ചിരിക്കുക. ബെസ്റ്റ്. എത്രയും പെട്ടെന്ന് അവളെ എന്റെ മുറിയിൽ നിന്ന് മാറ്റി തരണം. അവരെ നിങ്ങളുടെ സെക്യൂരിറ്റിക്കല്ലേ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വെച്ചിരിക്കുന്നത്? അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല, മാറ്റി തന്നേ പറ്റൂ. രാത്രിയിലെ ഒരു പോള കണ്ണടയ്ക്കാൻ അവള് സമ്മതിക്കില്ല. വിളിയോട് വിളി. 1,00,000 കാമുകന്മാരുണ്ട്. എന്താ ഞാനിപ്പോ ചെയ്യണ്ടേ? എന്ത് ചെയ്താലും വേണ്ടില്ല, അവളെ എന്റെ മുറിയിൽ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ. ശരി, ആ 9 ഒഴിവുണ്ട്, അവരെ ഞാൻ അതിലേക്ക് മാറ്റാം. നിങ്ങൾ പോയിക്കോ. ഹലോ, ഗിരീഷ് സാറേ. കനകദുർഗയല്ലേ? അതെ സാർ, കനകദുർഗ തന്നെയാ. സാറ് പറഞ്ഞോളൂ. ശ്രീനികേതനില് റൂം ഒഴിവുണ്ടോ? എന്റെ റിലേറ്റീവായ 2 പേർക്ക് ഒരു റൂം വേണമായിരുന്നു. അയ്യോ, ഇവിടെ ഇല്ലല്ലോ സാറേ. ഒരു റൂം ഒഴിവുണ്ടായിരുന്നു, അതിപ്പോ ഞാൻ കൊടുക്കുകയും ചെയ്തു. ഒരത്യാവശ്യമായിരുന്നല്ലോ ദുർഗെ, എന്റെ വേട്ടപ്പെട്ടവരാ.
ഉറപ്പുള്ള ഒരു ഹോസ്റ്റലില് അവരെ താമസിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാ. സാറിനെ പോലുള്ളവര് റൂം ചോദിച്ചാ എങ്ങനെയില്ലാന്ന് പറയും. ആ, ഒരു കാര്യം ചെയ്യാം. മറ്റന്നാളത്തേക്ക് റൂം ഉണ്ടാവും. ഇന്നും നാളെയും അവർക്ക് മറ്റൊരു സ്ത്രീയുടെ റൂമിൽ അക്കോമഡേഷൻ കൊടുക്കാം. അതിനവര് തയ്യാറാവോ? എല്ലാം സ്ത്രീകളല്ലേ? ഷുവർ, അതിന് ഒരു കുഴപ്പമില്ല. അപ്പോ ഞാൻ അവരങ്ങോട്ട് അയച്ചേക്കട്ടെ. ആ, അയച്ചോ സാറേ. താങ്ക് യു സോ മച്ച് കനകദുർഗ. ശരി സാർ. എത്രയായി? 60. ദാ. വാ. അമ്മേ, അവള് നമ്മളെ കണ്ടാലോ? അങ്ങനെ പേടിച്ചു നിൽക്കാൻ പറ്റുമോ? കുഞ്ഞിവിടെ ഉണ്ടോന്നറിയാൻ നമുക്ക് അകത്ത് പോയല്ലേ പറ്റൂ. നമ്മൾ ആരെയും കൊല്ലാനോ കൊള്ളയടിക്കാനോ വന്നതല്ല. നമുക്ക് നമ്മുടെ കുഞ്ഞിനെ വേണം. ഇങ്ങനെ പേടിച്ചു നിന്നാലേ ഒന്നും നടക്കൂല. നീ വാ വാ. മാഡം, ഞാൻ പറഞ്ഞ കാര്യത്തിന് ഒരു ഡിലേയും വരാൻ പാടില്ല. ദേ, മോളെ, വാ 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 വാ. എത്രയും വേഗം അവളെ പുറത്താക്കണം. എന്തായാലും ഒരേ മുറിയിൽ ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഇനിയും നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. ഞാൻ വേണ്ടത് ചെയ്യാം. വേഗം വേണം. പോയി. അമ്മ, മുട്ടുമാറ്റ്. ശരിയല്ലേ? വാ. ആരാ? ഗിരീഷ് നമ്പ്യാർ പറഞ്ഞിട്ട് വന്നവരോ? ഓ, സാറ് വിളിച്ച് പറഞ്ഞായിരുന്നു. പേര്? ഞാൻ നജ്മ. ഇത് എന്റെ മകൾ മുംതാസ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.